എനിക്ക് എയർപോർട്ടിൽ കാണുന്നുണ്ട്, തല പോലും കാണുന്നുണ്ട്. പിന്നെ മാത്രം കണ്ടില്ല എയർപോർട്ട്. ഞാൻ പോരാ. കൊള്ളത്തില്ല, പൈസ വെറുതെ കളഞ്ഞു. കുടിക്കുന്നോ? ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നു, പേടിയാവുന്നു. അയ്യോ അയ്യോ. ഇന്റർനാഷണൽ ട്രിപ്പ് പോകണമെന്ന് പറഞ്ഞ് ആഗ്രഹിച്ചപ്പോൾ ഫ്ലൈറ്റിൽ കയറണമല്ലോ എന്നുള്ള കാര്യം ഞാൻ മറന്നുപോയേ ഇല്ല. ഓർക്കുമ്പോൾ ടെൻഷനാവുന്നു. എന്താവുന്നു? നിങ്ങളുടെ ഫ്ലൈറ്റിൽ കയറിയ എക്സ്പീരിയൻസ് പറഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു? ആണോ? എന്താ നല്ല തരുണിയും മണികളായ എയർ ഹോസ്റ്റസ് ആണോ? എനിക്ക് ഫുഡ് കഴിക്കാനല്ലോ കിട്ടുമോ? ഇല്ല. ഇങ്ങനെ ബിസ്ക്കറ്റും ചായെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. ഫ്ലൈറ്റ് കയറാൻ പോകണം എന്ന് തോന്നുന്നു. ഈ ഫ്ലൈറ്റ് കടുത്ത് കാണാൻ പറ്റുന്നുണ്ട്. എൻ്റെ ഭർത്താവ് ഇത്രയും വലിയ ചതി എന്നോട് ചെയ്യും എന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തായാലും ഞാൻ ഒരു ഫ്ലൈറ്റിൽ കയറി തന്നെ പാടുവിട്ട. ഇപ്പം ശ്രീലങ്ക എത്തി. ഇനി നമ്മൾ ശ്രീലങ്കയിൽ കൊളംബോയിൽ എത്തിയിട്ടുണ്ട്. നമ്മളിനി ഇവിടുന്ന് വീണ്ടും ഫ്ലൈറ്റ് പിടിച്ചിട്ട് അടുത്ത മാലിയിലോട്ട് പോകണം. ശ്രീലങ്കയിൽ നിന്നുള്ള അടുത്ത ഫ്ലൈറ്റിന് ഇവിടുന്ന് നമ്മൾ നേരെ തിരുവനന്തപുരത്തു നിന്ന് ശ്രീലങ്ക കൊളംബോയിൽ വന്നിറങ്ങി. അവിടെ നിന്ന് ഇനി കൊളംബോന്ന് ഇനി മാലിയിലോട്ടുള്ള ഫ്ലൈറ്റ് പിടിക്കാതിരിക്കുക. പക്ഷെ ഇങ്ങനെ വേണ്ടായിരുന്നു, ഒറ്റ ഇത് മതിയായിരുന്നു. 2 വട്ടം പേടിക്കണ്ടേ? ഇപ്പോഴും ചെവി അടഞ്ഞിരിക്കുന്നത് തോന്നുന്നുണ്ട്. കുമുൻ, ഈ യാത്രയെ പറ്റി എന്ത് തോന്നുന്നു? വളരെ നല്ല യാത്രയായിരുന്നു. ചെവിയൊക്കെ അടിച്ചു പോയോ? എൻ്റെ ചെവി അടിച്ചു പോയി ഗൈസ്. ഇപ്പോഴും ഇനിയൊന്നും കേൾക്കുന്നില്ല. എനിക്ക് തോന്നുന്നു അടുത്ത ഫ്ലൈറ്റിൽ കയറുമ്പോഴത്തേക്കും കേൾക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ഏകദേശം ഫ്ലൈറ്റ് മൂവ് ആവും. അപ്പം വീണ്ടും കേൾക്കാതാവും.
നല്ല രസമുണ്ട്, വലിയ രസമൊന്നുമില്ല, നല്ല രസമുണ്ട്. നമ്മൾ കേരളത്തിലെ എയർപോർട്ട് തന്നെയാണ് വളരെ നല്ലത് എന്ന് തോന്നുന്നു. ഇല്ലേ, ഇവിടെ വേറൊരു ഇവിടെ ഞാൻ ചുമ്മാ അങ്ങ് നടക്കാനായിട്ട് ഇഷ്ടം പോലെ അങ്ങ് ഒരുമാതിരി റോഡ് പോലെ. നമ്മളിവിടെ ആണെങ്കിൽ റോഡ് പോലെയൊന്നുമില്ല. അവിടെ സൈഡിൽ നമ്മൾ സ്വന്തം കാണുന്ന പോലെ. ഇവിടെ ഇന്ത്യയും നമ്മൾ എത്ര മിനിറ്റിൻ്റെ വ്യത്യാസം കാണും അറിയത്തില്ല. ഇവിടെ ശ്രീലങ്ക സമയം സമയം സെയിം എന്ന് തോന്നുന്നു. എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു, ഇന്നാണ് ഞാൻ അതൊക്കെ അറിയുന്നത്. പക്ഷെ മാൽഡീവ്സിലും കേരളത്തിലും കട്ടി അരമണിക്കൂർ താമസം കണ്ട 1 മണിക്കൂർ വ്യത്യാസം കൊണ്ടുണ്ട് മാൽഡീവ്സും കേരളവും തമ്മിൽ. അങ്ങനെ എന്തോ ഉണ്ട്, ഒന്നും അറിയത്തൊന്നുമില്ല. നമുക്ക് നോക്കാം തലയായിട്ട് നോക്കാം. യെസ്, നോക്കാം. വിൻഡോ സീറ്റ് കിട്ടിയാൽ ഞാൻ വിചാരിച്ച് നല്ല രസമുണ്ടെന്ന്. പക്ഷെ വിൻഡോ സീറ്റിന് വലിയ രസമൊന്നുമില്ല. എനിക്ക് ഉയരം ഭയങ്കര പേടിയായതുകൊണ്ട് വിൻഡോ സീറ്റിൽ ഇരുന്നപ്പോൾ എനിക്ക് തോന്നുന്നത് നമുക്ക് വീണ്ടും തലകറങ്ങും, പേടിയാകും. അതിനെക്കാട്ടി നല്ലത് നമ്മൾ ഇങ്ങോട്ടും നോക്കാതെ സൈഡ് സീറ്റിലോ അങ്ങനെ ഇരിക്കുന്നതാണ്. വിൻഡോ സീറ്റ് ഇരിക്കരുത് ഗൈസ്, പേടിയുള്ളവർ, ഉയരം പേടിയുള്ളവർ, എന്നെപ്പോലെ ദേഹത്തെ പോലെയുള്ളവർ എവിടെ ഇരുന്നാലും പേടിയാവത്തില്ല. പൂച്ചനെ കണ്ടാൽ മാത്രമേ പേടിയാവത്തുള്ളൂ. എനിക്ക് പൂച്ചനെ കണ്ടാൽ പേടിയാവത്തില്ല. ആ ഒരു വ്യത്യാസമുണ്ട്. ഓക്കെ എന്നെ ഭയങ്കര പേടിയാണ് ഇവിടുത്തെ ഹെയർ ഹോസ്റ്റൽസിനെയൊക്കെ നോക്കുന്നത്. അവരെക്കാൾ സൗന്ദര്യമില്ലേ എനിക്ക്, സൗന്ദര്യം ഉണ്ടോ കണ്ടോ. അപ്പോൾ അത് പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മുഖത്ത് നോക്കുന്നില്ല, വണ്ടിയിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുമോ. ഇവിടുത്തെ സ്റ്റീൽ എന്തോന്ന് നോക്കുമായിരിക്കും. സ്റ്റീലല്ലത്, സിമെൻ്റാണ്. സോ ഇവിടെ കുറേ കൊറിയക്കാരുണ്ട്. കൊറിയക്കാരും സായിപ്പന്മാരും മാത്രമേ ഉള്ളൂ. ഇന്ത്യക്കാരൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇനി മാലിയിലോട്ട് പോയി ഇവർ മാത്രമേ ഉള്ളൂ എന്നറിയാമേ. That way. Yeah, straight and to right, please. This way. അല്ല, ഞാൻ അവിടെ ഇരിക്കാം. സീറ്റ് തന്നെ